നമസ്കാരം. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന ചൊല്ല് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അർത്ഥവത്തായ ഒന്നാണ്. അയ്യോ, ഒന്നുമില്ലേലും പെറ്റമ്മയല്ലേ, ആ സാമദ്രോഹി അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം. അതേസമയം എങ്ങനെ തല്ലാതിരിക്കും, ആ തള്ള ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറയാൻ മറ്റൊരു കൂട്ടം. അങ്ങനെ ഏത് കാര്യത്തിനാണെങ്കിലും ചേരിതിരിഞ്ഞ് ന്യായവാദങ്ങൾ നിരത്താൻ നമ്മൾ മലയാളീസ് പൊളി തന്നെയാണ്. പക്ഷെ പെറ്റമ്മയെ സ്നേഹിക്കുന്ന ഒരുത്തനും ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറയാൻ തുനിയില്ല എന്നാണ് എൻ്റെ ഉറച്ച ധാരണ. അമ്മയായും മകളായും ഒക്കെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും ഒരു സ്ത്രീ അവളുടെ സമയവും പ്രയത്നവും ഒക്കെ ത്യാഗം ചെയ്തുകൊണ്ട് ഓരോ പുരുഷന്റെയും ഒപ്പം തന്നെ ഉണ്ടാകും. അതിപ്പോൾ സ്ത്രീ വിരോധം അസ്ഥിക്ക് പിടിച്ച് ആണത്തത്തിൽ അഹങ്കരിക്കുന്ന ഏതൊരുവന്റെ കാര്യമെടുത്താലും സ്ഥിതിവിശേഷം മറിച്ചൊന്നാവില്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്ന സ്ത്രീ പീഡന കേസുകളുടെ കണക്കെടുത്താൽ ഇടനെഞ്ചൊന്ന് വിങ്ങിപ്പോകും. ഇവിടെ ഇരകളാക്കപ്പെടുന്നവരിൽ കുഞ്ഞുമക്കൾ മുതൽ മുത്തശ്ശിമാർ വരെയുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത കേട്ടാൽ ചങ്ക് പൊള്ളാത്തവർ മനുഷ്യർ എന്ന് പറയാൻ കഴിയില്ല. ആണഹങ്കാരത്തിനപ്പുറം അച്ഛനെന്നും മകനെന്നും ചേട്ടനെന്നും അനുജനെന്നും ഒക്കെയുള്ള സുഖമുള്ള കെട്ടുപാടുകൾ ഭരിക്കുന്ന ആണൊരുത്തനും പെണ്ണിന്റെ മാനത്തിന് വില പറയാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. പക്ഷെ ഇവിടെ ഏറെക്കാലമായി വിവാദമായി കൊണ്ടിരിക്കുന്ന നടിയെ പീഡിപ്പിച്ച കേസിൽ 7.5 വർഷക്കാലത്തെ വിചാരണ തടവ് നേരിട്ട് ജാമ്യത്തിലിറങ്ങിയ ഒരുത്തനെ, താൻ തെറ്റുകാരനാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞ ഒരുത്തനെ മാലയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് പുരുഷ കേസരികൾ എന്ന് അഹങ്കരിക്കുന്ന ഒരു കൂട്ടം നാണം കെട്ടവന്മാർ. യുദ്ധം ജയിച്ചു വരുന്ന യോദ്ധാവിനെ പോലെ പുഷ്പവൃഷ്ടി നടത്തി ജയ്വിളികളുമായാണ് പൾസർ സുനി എന്ന അവനെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകർ സ്വീകരിച്ചത്. ഒരു പെണ്ണിനെ അതിക്രൂരമായി പിച്ച് ചീന്തി അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പകർത്തിയ അവന് വേണ്ടിയാണ് കോടതി മുറ്റത്ത് ജയ്വിളികൾ ഉയർന്നത്. 10 മാസം കിടന്ന വയറിനോടും കുടിച്ച അമ്മിഞ്ഞ പാലിനോടും അല്പമെങ്കിലും ബഹുമാനമുള്ള ഏതൊരുത്തനും അവിടെ ജയ് വിളിച്ച് സ്വയം ഇങ്ങനെ ചീഞ്ഞു നാറാൻ നിന്നവന്മാരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്ത്രീ വിരുദ്ധത കൊണ്ട് അന്ധമാക്കപ്പെട്ട അവന്റെയൊക്കെ ഉള്ളിലെ വിഷമാണ് ഇന്നലത്തെ ജയ് വിളികളിൽ പുറത്തേക്ക് ചീറ്റി വീണത്. നാളെ ഇവന്റെയൊക്കെ വീട്ടിലും പൾസറിനെ പോലെയുള്ള ഒരുത്തന്റെ കാമക്കണ്ണുകൾ തുളച്ചു കയറിയേക്കാം. അങ്ങനെ ഒരിക്കലും ഉണ്ടാവണമെന്നല്ല. ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. എങ്കിലും അങ്ങനെയൊരു ചിന്ത ഇവനൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. എറണാകുളം സബ് ജയിലിൽ ഇന്നലെ 4:15 കോടതി ഉത്തരവുമായി എത്തിയാണ് ബന്ധുക്കൾ പൾസർ സുനിയെ കൊണ്ടുപോയത്. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി ജയിലിന് പുറത്തിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനു ശേഷം വിചാരണ കോടതിയിലെ നടപടിക്രമങ്ങൾ കൂടി കഴിഞ്ഞാണ് ഇന്നലെ സുനി പുറത്തിറങ്ങിയത്. കേസിലെ പ്രതിയായ ദിലീപിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ പോലും കിട്ടാത്ത സ്വീകരണമാണ് പൾസർ സുനിക്ക് കിട്ടിയത്. ഇതിന് പിന്നിൽ ഉന്നതരുടെ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. എന്തായാലും വിശദമായ അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തുമെന്നാണ് സൂചന. കർശനമായ ഉപാധികളോടെയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. പൾസർ സുനിക്ക് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നും ജാമ്യത്തിലിറങ്ങിയാൽ സമൂഹത്തിന് തന്നെ ഇവൻ ഭീഷണിയാകുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. എങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. അതിക്രൂരമായ രീതിയിലാണ് പൾസർ സുനി നടിയെ ആക്രമിച്ചത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇയാൾ പകർത്തുകയും ചെയ്തിരുന്നു. നടൻ ദിലീപിന് വേണ്ടിയാണ് താൻ ഇത് ചെയ്തത് എന്നാണ് പൾസർ സുനി തുറന്ന് സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ താൻ ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് പ്രതി അംഗീകരിച്ചു കഴിഞ്ഞു. ആർക്ക് വേണ്ടിയാണ് ചെയ്തത് എങ്കിലും പൾസർ സുനി ചെയ്ത കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി ഇല്ലാതാവുന്നില്ല. ഇത്തരമൊരു പ്രതിയെയാണ് വീരനെ പോലെ ജയിലിന് പുറത്ത് സ്വീകരിച്ചത്. ഇത് മലയാളികൾക്ക് ആകമാനം നാണക്കേടാണ്. നേരത്തെ പൾസർ സുനിയെ ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാനായി സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ജാമ്യ വ്യവസ്ഥ എന്താണ് എന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യ വ്യവസ്ഥ വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു. അനുവാദമില്ലാതെ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിധി വിട്ട് പോകരുത് എന്നും മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നും വിചാരണ കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ, നമ്പർ കോടതിയെ അറിയിക്കണം, സാക്ഷികളുമായോ മറ്റു പ്രതികളുമായോ സംസാരിക്കരുത് എന്നിങ്ങനെ നീളുന്നു ജാമ്യ വ്യവസ്ഥയിലെ കാര്യങ്ങൾ.
1,00,000 രൂപ കെട്ടിവെക്കണം. 2 ആൾ ജാമ്യത്തിലുമാണ് സുനി പുറത്തിറങ്ങിയത്. വിചാരണ കോടതികളുടെ നടപടികളെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ 7.5 വർഷക്കാലമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി പുറത്തിറങ്ങുന്നത്. പ്രതിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. വിചാരണ കോടതിയുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ഇത്രയും നീണ്ട വർഷങ്ങൾ പൾസർ സുനി ജയിലിൽ കഴിയുകയാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു.